Hello friends, welcome to sRuchikootu. In namma cheyan ponathu Hello friends, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് മട്ടൻ തലക്കറിയാണ്. ഞാൻ ഇവിടെ ഒരു മട്ടന്റെ തലയാണ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിനി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ഉള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ഇതൊന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സവാള, വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 7-8 എണ്ണം, കറിവേപ്പില, സ്വല്പം ഉപ്പ്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല പൊടി 1 ടേബിൾ സ്പൂൺ, പെരുംജീരക പൊടി 1 ടീസ്പൂൺ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മസാലയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് മാറുമ്പോൾ, ആ പച്ച സ്മെല്ലൊക്കെ മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി 1 എണ്ണം കട്ട് ചെയ്ത് വെച്ചിരിക്കും ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ഇതിൽ ചെറുതായിട്ടൊന്ന് വെന്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മട്ടൻ്റെ പീസെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. മസാല എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. ഇനി ഒരു 5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഉണ്ടോ? ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പുള്ള കാര്യമാണ്. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പിയായി കാണാം. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.